മാലിന്യ സംസ്കരണത്തിന് നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയ ആറ്റിങ്ങൽ നഗരസഭ നഗര സൗന്ദര്യവൽക്കരണത്തിനും തുടക്കം കുറിച്ചു. ആറ്റിങ്ങൽ കച്ചേരി നട മുതൽ KSRTC ബസ് സ്റ്റാൻഡ് വരെയുള്ള ദേശീയപാതയുടെ ഇരുവശത്തും അലങ്കാര ചെടികൾ സ്ഥാപിച്ചുകൊണ്ടാണ് നഗര സൗന്ദര്യവൽക്കരണത്തിന് ആറ്റിങ്ങൽ നഗരസഭ തുടക്കം കുറിച്ചിരിക്കുന്നത്. പരിപാടിയുടെ ഉദ്ഘാടനം ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് S. കുമാരി നിർവഹിച്ചു. നമ്മുടെ സൗന്ദര്യവൽക്കരണത്തിന് തുടക്കം മാത്രമാണ്, തുടക്കം കുറിക്കുകയാണെന്ന്. ഇനിയും നമ്മുടെ പട്ടണമാകെ ഇതുപോലുള്ള സൗന്ദര്യവൽക്കരണം നടത്താൻ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ആൾക്കാർ തന്നെ സ്വമേധയാ ഇത്രയും ഭാഗം ഞങ്ങൾ സൗന്ദര്യവൽക്കരണം നടത്താം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അച്ഛേ? അങ്ങനെ വരാനുള്ള സാധ്യത കൂടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ നമ്മുടെ നേത്രങ്ങൾക്ക് വളരെ ഒരു ഭംഗിയാർന്ന ചിത്രങ്ങളും അതുപോലെ തന്നെ ചെടിച്ചട്ടികളും ആസ്വദിക്കാനുള്ള മനസ്സുണ്ടാക്കാൻ നമുക്കിതിലൂടെ കഴിയും എന്നതിൽ യാതൊരു തത്വമില്ല. ദേശീയപാതയോരത്ത് നഗരസഭ സ്ഥാപിച്ച വഴിവിളക്ക് തൂണുകളിലാണ് ചെടികൾ സ്ഥാപിച്ചിരിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ പൂവമ്പാറ മുതൽ മാമം വരെയുള്ള പ്രദേശത്ത് ഇത്തരത്തിൽ അലങ്കാര ചെടികൾ സ്ഥാപിക്കും. ഇതിന്റെ പരിപാലനവും സംരക്ഷണവും നഗരസഭ നേരിട്ട് തന്നെ നടത്തും. മാസങ്ങൾക്ക് മുമ്പ് SPC കേഡറ്റുകൾ പ്ലാസ്റ്റിക് പാഴ്ക്കുപ്പികൾ കൊണ്ട് നഗരസഭാ അങ്കണത്തിൽ നിർമ്മിച്ചു നൽകിയ ഇരിപ്പിടത്തിന് സമീപത്താണ് എൻ്റെ ആറ്റിങ്ങൽ നിന്ന് ആലേഖനം ചെയ്ത സെൽഫി പോയിന്റും തയ്യാറാക്കിയിട്ടുള്ളത്. കൂടാതെ മാലിന്യ പരിപാലന രംഗത്ത് പൊതുജനങ്ങൾക്ക് അവബോധം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായി നഗരത്തിലെ പൊതുമതിലുകളിൽ ചായം തേച്ച് മാലിന്യ പരിപാലന സന്ദേശങ്ങളും ചിത്രങ്ങളും വരച്ച ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് ഇരിപ്പിടം നിർമ്മിച്ച അവനോഞ്ചേരി ഹൈസ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾക്കുള്ള മൊമെൻ്റയും യോഗത്തിൽ കൈമാറി. ഇതിനോടകം മാലിന്യ സംസ്കരണ രംഗത്ത് രാജ്യത്തിനു തന്നെ മാതൃകയായി മാറിയ ആറ്റിങ്ങൽ നഗരസഭ നഗരത്തെ കൂടുതൽ മോടി പിടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. വൈസ് ചെയർമാൻ G. തുളസീധരൻ പിള്ള അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ക്ലീൻ സിറ്റി മാനേജർ MR രാംകുമാർ സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ രമ്യ സുധീർ, S. ഷീജ, A. നജാം, S. ഗിരിജ, കൗൺസിലർമാരായ R. രാജു, K. രാജഗോപാലൻ പോറ്റി, സുധാകുമാരി, ഹെൽത്ത് ഇൻസ്പെക്ടർ ഗണേഷ് കുമാർ, വ്യവസായ ഓഫീസർ ജെവിക്, ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഉദയകുമാരി, അവനോഞ്ചേരി ഹൈസ്കൂളിലെ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ സാബു നീലകണ്ഠൻ തുടങ്ങിയവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. ബീക്കൺ ന്യൂസ്, ആറ്റിങ്ങൽ.